ചെയ്യുന്ന ജോലിക്ക് മാന്യമായ കൂലിയും സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വവും തൊഴിൽ മേഖലയിലെ ലിംഗസമത്വവും നൽകുന്നതാണ് പുതിയ തൊഴിൽ നിയമം. രാജ്യത്ത് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്ന തൊഴിൽ നിയമത്തിന്റെ പ്രത്യേകതകൾ പരിശോധിക്കാം. എല്ലാ മാസവും 7-ാം തീയതിയോടെ നിർബന്ധമായും ശമ്പളം നൽകണം. പരിഷ്കരിച്ച തൊഴിൽ നിയമങ്ങൾ പരിശോധിക്കാം. ഒരു പതിറ്റാണ്ടിലധികം പഴക്കമുള്ള സങ്കീർണമായ ലേബർ നിയമങ്ങൾ ലളിതമാക്കുകയാണ് പുതിയ ലേബർ കോഡിലൂടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. മെച്ചപ്പെട്ട വേതനം, തൊഴിൽ സുരക്ഷ, സാമൂഹ്യ സുരക്ഷ ഇതെല്ലാം ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങളാണ്. ഒരു തൊഴിലാളി പോലും മിനിമം വേതനത്തിന് താഴെയല്ലെന്ന നാഷണൽ ഫ്ലോർ വേജ് ഉറപ്പാക്കണം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സുരക്ഷ നടപ്പിലാക്കണം. ലിംഗസമത്വം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളാണ് പുതിയ ലേബർ നിയമങ്ങളിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. പുതിയ ചട്ടങ്ങളിലെ ലേബർ കോഡുകൾ തൊഴിൽ മേഖലയിൽ വരുത്തുന്ന സമഗ്രമായ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായ ആവശ്യമെന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ ചട്ടമാണ്. അങ്ങനെ വരുന്ന 4 ചട്ടങ്ങൾ: സാമൂഹ്യ സുരക്ഷാ ചട്ടം, വ്യവസായ ബന്ധ ചട്ടം, തൊഴിൽ സുരക്ഷാ ചട്ടം, വേതന ചട്ടം. ഈ ലേബർ കോഡുകളാണ് ഭാരതത്തിലെ തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. ചട്ടങ്ങളിലെ വ്യവസ്ഥിതികൾ ഇങ്ങനെയാണ്. നിയമന ഉത്തരവ് നിർബന്ധമാക്കണം. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ഒരു തൊഴിലാളി ജോലി നേടിയാൽ അവിടുത്തെ നിയമന ഉത്തരവ് ആ തൊഴിലാളി ഉറപ്പാക്കിയിരിക്കണം. രണ്ടാമത്തേത് തൊഴിൽ സുരക്ഷയും നിശ്ചിത കൂലിയും ഉറപ്പാക്കണമെന്നതാണ്. മൂന്നാമത്തേത് എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ സ്ഥാപനം ഉറപ്പാക്കണം. 4. PF, ESI തുടങ്ങിയ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉറപ്പിലാക്കണം. 5. മിനിമം വേതനം നിയമപരമായ അവകാശമാണ്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ശമ്പളം എന്ന് പറയുന്നത് ഏറ്റവും പ്രാഥമികമായ അവകാശമാണ്. അതിൽ മിനിമം വേതനം ഉറപ്പാക്കിയിരിക്കണം. 6. സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. 7. കൃത്യമായിട്ടുള്ള ശമ്പളം. എല്ലാ മാസവും കൃത്യമായുള്ള ശമ്പളം ആ തൊഴിലാളിക്ക് ഉറപ്പിലാക്കേണ്ടതും ആ സ്ഥാപനത്തിൻ്റെ കടമയാണ്. 8. സ്ത്രീകൾക്ക് ഏത് മേഖലയിലും രാത്രിയും ജോലിയെടുക്കാം. മൈനിങ് പോലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജോലി ചെയ്യാനും അവസരമൊരുക്കണം. 9. തൊഴിലാളികൾക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്ന സ്ഥലത്ത് തുല്യ ശമ്പളത്തിനും അവസരം നൽകണം. 10. എല്ലാ തൊഴിലാളികൾക്കും ESI സംരക്ഷണം ഉറപ്പാക്കുക. 11ാമത്തേതാണ് ഏറ്റവും പ്രധാനമായത്: ഒറ്റ ലൈസൻസ്, ഒറ്റ റിട്ടേൺ. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, ലൈസൻസ്, റിട്ടേൺ എന്നിവ നടപടിക്രമങ്ങളുടെ സങ്കീർണത കുറയ്ക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12ാമത് വരുന്ന വ്യവസ്ഥയാണ്. എല്ലാ മാസവും 7-ാം തീയതിയോടെ നിർബന്ധമായും തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിരിക്കണം. ഇനി മറ്റു പരിഷ്കാരങ്ങൾ കൂടി പരിശോധിക്കാം. ഒരു തൊഴിലാളി പോലും മിനിമം വേതനത്തിന് താഴെയല്ലെന്ന് നാഷണൽ ഫ്ലോർ വേജ് ഉറപ്പാക്കണം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള സുരക്ഷ അടക്കം ലിംഗസമത്വം ഉറപ്പാക്കാൻ വ്യവസ്ഥകളുണ്ട്. ശിക്ഷ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേഷൻ സംവിധാനം വരുത്തണം. 2 അംഗങ്ങളുള്ള ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലുകൾ വഴി അതിവേഗത്തിലുള്ള തർക്ക പരിഹാര സെല്ലുകൾ. വിവിധ വ്യവസായ ഇടങ്ങളിൽ ഒരു നാഷണൽ OSS ബോർഡ് സുരക്ഷ സ്റ്റാൻഡർഡൈസ് ചെയ്യും. 500-ലധികം ജീവനക്കാരുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ സേഫ്റ്റി കമ്മിറ്റികൾ നിർബന്ധിതമാണ്. ഇനി യുവ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പരിഗണനയാണ്. യുവ തൊഴിലാളികൾക്ക് നിർബന്ധിത മിനിമം വേതനം, അപ്പോയിന്റ്മെന്റ് ലെറ്ററുകൾ, ചൂഷണം തടയുന്നതിനായി അവധിയെടുക്കുമ്പോഴും ശമ്പള വ്യവസ്ഥ തുടങ്ങിയവ നിർബന്ധമാക്കണം. സ്വാതന്ത്ര്യത്തിന് ശേഷം നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ തൊഴിൽ പരിഷ്കരണമാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്. മറ്റൊരു കാര്യം, പഴയകാലത്തെ സമ്പദ് വ്യവസ്ഥയും ലോകക്രമവും ഒക്കെ വലിയ തോതിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രപരമായ ഈ മാറ്റം രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്റെ ജീവിത നിലവാരം ഒരു പടി കൂടി ഉയർത്തും. ഒരു തൊഴിലാളി അരാജകത്വപ്പെടുന്നത് സാമൂഹികവും ആരോഗ്യവും സാമ്പത്തികപരവുമായിട്ടുള്ള സുരക്ഷിതത്വം ഇല്ലാതെ വരുമ്പോഴാണ്. അടിസ്ഥാന വർഗമാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. അവരെയാണ് നരേന്ദ്രമോദി സർക്കാർ തൊഴിൽ നിയമത്തിലൂടെ താങ്ങി നിർത്തുന്നത്. നാളെയുടെ ഭാരതത്തിന് വേണ്ടി.